തന്നെ മക്കളെ. ഇങ്ങനെ ഉണ്ടാവുമോ മക്കളെല്ലാം? സ്കൂളിൽ നിന്ന് വരുന്നേ കാണാം ബാഗ് എടുത്ത് തയ്യ മൂലക്ക് ചാടിയിട്ടുണ്ടാവും, പേന്റ് കഴിച്ച് അമ്മൂലക്ക് ചാടിയിട്ടുണ്ടാവും, ഷണ്ടി കഴിച്ച് ഇമ്മൂലക്ക് ചാടിയിട്ടുണ്ടാവും. ഇതെന്താ ഇത്? ID കാർഡെല്ലാം ഫാൻ്റെ മുകളിലല്ലേ ഉണ്ടാവുക. എന്നിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോകാൻ നോക്കുമ്പോ എടുത്തു, എൻ്റെ ID കാർഡ് എടുത്തു, ഞാൻ അവിടെ നിന്ന് പെറുക്കി കൊടുക്കണം എനിക്ക്. ഇതെന്താ ഞാൻ ഇങ്ങനെ പെറുക്കി അലക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പെറുക്കാൻ പോകണം. ഏടിയാളില്ലേ നോക്കി നടന്നിട്ട്. ഇതെന്താ ഇത്? എനിക്ക് പറയാൻ പാടില്ലേ? എല്ലാം തിരുമ്പി വെളുപ്പിക്കാൻ വേണ്ടി ചാറ് പോലത്തെ സാധനം നോക്കിയെടുക്കുകയും വേണം. ഇത് നൊതിയാർക്കത്തിൽ ഇടം കൊണ്ടാച്ചാൽ എന്താ നേരം തന്നെ. പക്ഷെ ഉണ്ടായിരുന്നു കുപ്പായാലിടുന്ന പോട്ടെ, ചാറ് പോലത്തെ ചളി പരിഞ്ഞ് കുപ്പായം കടക്കൽ വാടി ഇവിടെ കൊണ്ടിടാണ്ട് നിലത്തിടുന്നുണ്ടല്ലേ ഏതെങ്കിലും ഒരു മൂലക്കാണെങ്കിൽ മൂലക്ക് ആ ഒരു സമാധാനം വിചാരിക്കാം. ഈ പഠിക്കുന്ന ബാഗും ബുക്കുള്ള സാധനം, പഠിക്കുന്ന ബുക്കുള്ള ബാഗല്ലാതെ അതിന് ശേഷം ഒരു ഇത് കൊടുക്കണ്ടേ? ഇതെല്ലാം ഭാരി വലിച്ച് ചാടുക വരുന്ന കാര്യം വേണത്തേക്ക്. ഇതെന്താ ഇത്? എന്താണ് എനിക്ക് ഇഞ്ഞി ചിരിക്കണ്ട ഇഞ്ഞി വലിയ കുറഞ്ഞോളൊന്നുമല്ല. ഓന്നിക്കില്ല ആൺകുട്ടിയല്ലേ, ഇനി പെണ്ണല്ലേ? ഇഞ്ഞി ഓൻ തമ്മിൽ എന്നാ വ്യത്യാസമല്ലേ? ഇഞ്ഞി അങ്ങനെ തന്നെയല്ലേ എല്ലാം വലിച്ച് നാല് പുറക്കങ്ങ് ചാടല്. എൻ്റെ മക്കളായിപ്പോയി അല്ലേ ഞാൻ അല്ലാതെ തച്ച് കൊന്നുപോയിക്കുണ്ടാവുക. നിങ്ങൾ തച്ചിട്ടൊന്നും ഉളുപ്പ് കെട്ടുവയ്ക്കില്ലേ? അച്ചച്ചച്ച എത്ര കൊണ്ടാലും പഠിക്കുകയില്ല. പിന്നെ നിങ്ങൾ തച്ചിട്ട് എൻ്റെ കൈ തന്നെയാവുന്നല്ലാണ്ട് പിന്നെ എന്തൊക്കെ ഒരു ഉപകാരം വേണ്ട അതിനെ കൊണ്ട്. എല്ലാവരും ഒക്കെ ഇപ്പോൾ ഉള്ളതാ. ഓന എന്തൊക്കെ പറയുമ്പോഴത്തേക്ക് മുന്നിൽ വന്ന് തുള്ളി കളിക്കല്. ഓനെന്നാലും കുറവാ. ഇഞ്ഞ അധികം വൃത്തിയില്ല, വെളുപ്പില്ല, കുളിക്കുകയില്ല, നനക്കില്ല. ഓനെന്നില്ല ദിവസം 2 നേരം കുളിക്കും. ഇഞ്ഞ ചെയ്യുന്നുണ്ടാ? സ്കൂളിൽ പോകുമ്പോൾ കുളിക്കണമെങ്കിൽ പറഞ്ഞിട്ട് വായിലെ വെള്ളം പറ്റണം, എന്നാലാ ഒന്ന് കുളിമുറിയിൽ അങ്ങ് തീയുള്ളൂ തമ്പുരാട്ടി. എന്താന്നാ അതൊന്നും ഓനക്ക് വേണ്ട. ഓനങ്ങ് ഓൻ്റെ പണിയും തീർത്ത് ഓനങ്ങ് പോയി വിടും. മൂരിങ്ങേറ്റം വെള്ളത്തിൽ കീക്കൂല, അതുപോലെ കീക്കണം ഒരുത്തീനെ ഇവിടെ. എന്താ വെച്ചാൽ ബായിലെ മുട്ടിപ്പോയ ബായില് നാടുപ്പോയിഞ്ചേ എല്ലാത്ത ഇത്തിരി നാണ്ടാവല്ലോ എനിക്ക്. അതുപോലത്തെ എല്ലാ കുഞ്ഞു മക്കളെ നിങ്ങളെ ഷോക്സ് ഉണ്ടാക്കുന്നത് ഇത്. ഷോക്സ് ഒന്നുണ്ടെങ്കിൽ ഒന്ന് കാണൂല. പിന്നെ എങ്ങനെയാ ഇടുക? രണ്ടും വേറെ കളർ ഇട്ടിട്ട് പോവാ. എല്ലാത്തിൻ്റെയും ഓരോന്നുണ്ട്, മറ്റേ കാലില്ല. ഇത് ഓരോരു കാലിന് വേറെ ഇട്ടിട്ടാ പോവാ. ഒന്നിന് ചുവപ്പ് ഒന്നിന് പച്ച ഇട്ടിട്ട് പോടുന്നാല് പറയക്കണ്ട എന്നെ കൊണ്ടാടുന്നത്. ഇതേടിയാ പോവാ ഓരോ ദിവസം ഓരോ ഷോക്സ് ഇടാനേ. എന്തായത്? എനിക്ക് തിരിയുന്നില്ല. ഇതെന്താ കുപ്പായത്തിൻ്റെ പീടിയ ഷോക്സിൻ്റെ പീടിയാക്കാൻ തുടങ്ങുന്നുണ്ട് ഇവിടുന്ന്. പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന സാധനം ഇത്. നിങ്ങൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ ഷോക്സ് വിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പീടിയ അങ്ങ് തുടങ്ങിക്കോ, കച്ചവടം തുടങ്ങിക്കോ. ദിവസം മാറ്റി ഓരോ ദിവസം തന്നെ ഈരണ്ടീച്ച് ഇട്ടിട്ട് അങ്ങ് ചാടി വിട്. അത് ഇഷ്ടം പോലെ ചാടി കളിച്ചോ, സ്വന്തമായിട്ട് കച്ചവടം തുടങ്ങിയിട്ട്. ബാക്കിയുള്ള പൈസ കൊടുത്ത് വാങ്ങും, ഓരോ ദിവസം കൊണ്ടായി ചാടി കളിയാ. ഇതെന്താ ഇത്? അതും പോലെ ഈ യൂണിഫോം ഒന്ന് തിരുമ്പി വെളുപ്പിക്കണമെങ്കിൽ ഒരു 10 ആളെ പണി ഉണ്ടായിന്. അയറ്റാത്ത ചളിയിൽ ഉരുട്ടിയിട്ടല്ലേ ഉണ്ടാവുക ഉള്ള പേൻറ്റും ഉള്ള കുപ്പായെല്ലാം. മണ്ണും ചളിയോ കട്ടക്ക് മണ്ണും ചളിയായിട്ടാ വരുക സ്കൂളിൽ നിന്ന് ഓരോ ദിവസവും. എനിക്ക് തിരിയേറ്റ് വയ്ക്കുന്നത് നിങ്ങളെല്ലാം സ്കൂളിൽ പോകുന്ന മണ്ണിൽ കിടന്ന് ഉരുളുവേനാ അല്ലേ പഠിക്കുവേനോ? തിരിയേറ്റ് വയ്ക്കുന്നേ പറയക്കണ്ട എന്നെ കൊണ്ട് തലേന്ന് വരുത്താന്ന് മക്കളെ. എനിക്ക് ബായ്ക്കൊരു സ്വയ്യം വേണ്ട ഇവിടുന്ന്.